ഇദ്ദേഹം PVS മില്ലുടമയാണ്. പേരുകെട്ട കുടുംബം. നമ്മുടെ ദിയാമോളെ ഇദ്ദേഹത്തിന്റെ മകൻ ഒരു കല്യാണത്തിനിടയ്ക്ക് കണ്ടുവന്നു. പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. കല്യാണ ആലോചനയായി വന്നതാ. സാറിന് താല്പര്യമുണ്ടെങ്കിൽ ജാതകപ്പുറത്ത് നോക്കി ഉറപ്പിക്കാൻ സാർ. ഇവരെയൊക്കെ ഞാനിന്ന് ചെറുക്കനെ കണ്ട പെണ്ണിന് നല്ലവണ്ണം ഇഷ്ടപ്പെടും. ദിയ പോയൊരു സാരി എടുത്തോണ്ട് വാ. എന്തിനാമേ? അച്ഛൻ നിന്നെ വിളിക്കും, പോയി നിക്കണം. എന്തിനാ ആന്റി സാരി കൊടുത്തല്ലേ നിൽക്കുന്നേ? പോയി നില്ല്, ചെറുക്കനെ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് കേട്ടാലോ. എടാ മരമുണ്ട്, നീ എന്ത് വർത്താനീ പറയുന്നേ? ഇപ്പിടിനെ പോലെ സംസാരിക്കരുത്. ഇവളൊരുത്തിനെ മനസ്സ് വെച്ചോണ്ട് നടക്കണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. മുസോറിക്ക് പോയി അവനെ കണ്ടിട്ട് വരാൻ നിങ്ങൾ തന്നെയല്ലേ ഇവളെ അയച്ചത്. ഇപ്പൊ ചായം കൊടുത്തോണ്ട് അവിടെ പോയി ഇടിച്ചോണ്ടിരിക്കാൻ പറയാ. ഇവിടെ അങ്ങനെ ഒരു വാശിക്കാരനെ. ഇപ്പൊ പോയി നിൽക്കട്ടെ, പിന്നീടുള്ള കാര്യം നിങ്ങൾ ഇനി ഒരു അക്ഷരം പറയേണ്ട കാര്യമില്ല. അങ്ങേരുടെ അടുത്ത് എനിക്കറിയാം സംസാരിക്കാൻ. എന്റെ മോൾക്ക് മറ്റൊരാളായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഞങ്ങൾ കുറച്ച് താമസിച്ചു പോയെന്ന് തോന്നുന്നല്ലേ സാർ? അല്ല, സാറ് പറഞ്ഞ ചെറുക്കൻ ആരാന്ന് പറയാമോ? തിരുനെൽവേലിയില് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് ജോലി നോക്കാണ്. പേര് റാംസ്വാമി. കണ്ടോ, രാവണ ശിവയുടെ ചേട്ടൻ ദേവേന്ദ്ര ശിവയെ കൊല്ലുവെന്നൊരു ഊമക്കത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെന്നിട്ട് അയാൾക്കൊരു സംരക്ഷണം കൊടുക്കാനുള്ള വഴി നോക്ക്. കമ്മീഷണർ പറഞ്ഞിട്ടാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വീടിന് ചുറ്റും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. കാക്കി യൂണിഫോം ഇട്ടവന്മാർ എന്റെ വീട്ടിലെന്നല്ല ഈ റോട്ടിൽ പോലും നിൽക്കാൻ പാടില്ല. പോടോ. തങ്കവേലു സർ, അയാൾ പറഞ്ഞത് മുഴുവൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വായിക്കും. ഓക്കെ സർ. സ്റ്റേറ്റ്മെന്റ് ഞാൻ വേണമെങ്കിൽ ഇമെയിൽ അയച്ചുതരാന്നേ. ഒന്ന് ഇറങ്ങി പോടോ പുറത്ത്. പ്രൊട്ടക്ഷൻ വേറി പിടിച്ച നായ തല തിരിഞ്ഞതേ ആലോചിക്കുള്ളൂ. ഇന്ന് രാത്രി ശങ്കരൻ കോവിൽ ഉത്സവം നടക്കാണ്. തനിച്ചു പോയി കുടുങ്ങരുത്. വീട്, തോട്ടം, ഓഫീസ്, ഫാക്ടറി, എവിടെ പോയാലും കൂടെ ആള് വേണം. നീ വേഗം കൊണ്ട് ഈ പളക്കത്തേക്ക് പോ. പാടക്കത്തിന്റെ ഒറ്റ വേഗം കത്തിക്കണോ? ഏതൊരാളാത്? നീ ആരാടാ? രക്ഷിക്കണം. ആ പടക്കത്തിന്റെ ശബ്ദത്തിൽ നിന്റെ നിലവിളി ആരും കേൾക്കാനും പോകുന്നില്ല. നിന്റെ ജീവൻ പോകുന്നതുവരെ അത് പൊട്ടിക്കൊണ്ടേയിരിക്കും. 10 ദിവസം കഴിയുമ്പോ ഈ ലോകം കാണേണ്ട ആ കുഞ്ഞിനെയും അമ്മേനെ നീ പച്ചയ്ക്ക് കത്തിച്ചില്ലേ? എത്ര ജീവനുകളാണ് അവിടെ കത്തിയത്? ശവം കൊണ്ടുപോകാൻ പോലും ആരും വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കില്ല. പക്ഷെ നിറവേറുമായി നിൽക്കുന്നവരെ സൗജന്യമായിട്ട് കൊണ്ടുപോകും. എന്താണെന്നറിയോ? അത് നമ്മളൊരു അമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനോ. എന്റെ അമ്മയമ്മ നിന്നോടൊക്കെ എന്ത് തെറ്റ് ചെയ്തു? 10 മാസം ഗർഭിണിയായ എന്റെ അമ്മയെ നിങ്ങൾ കൊന്നില്ലേ? സർ, മെത്തേഡ് ഓഫ് മർഡർ കണ്ടിട്ട് ഇത് ഒരുപാട് വർഷത്തെ പകയാണ് തോന്നുന്നു. വൈരാഗ്യം തീർത്ത പോലെയുണ്ട്. സാറേ, ആ നായ
നായുടെ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ കൊലയാളി ഇപ്പൊ കിട്ടുമെന്ന് തോന്നുമല്ലോ. കിട്ടും. നീ ഇങ്ങനെ നോക്കിയിരുന്നു, വേഗം കിട്ടും. ആ പട്ടി ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ അവസാനം സാറിന്റെ കാലയിൽ വന്ന് വീണ് കിടക്കും. നോക്കിയോ, ഏത് പോലീസ് നായയുടെ ഒരു പോലീസുകാരനെ ഒറ്റിക്കൊടുത്തിട്ടുള്ളത്? ഇവിടെ തെളിവെടുപ്പ് നടത്തുന്നവരും വിരലടയാളം പരിശോധിക്കുന്നവരും പിന്നെ ഇവിടെ മണം പിടിച്ച് നടക്കുന്ന നായ വരെ എന്റെ ആളുകൾ തന്നെയാ. നീ ഇപ്പൊ നോക്കിക്കോ, അയാള് വന്ന് എന്നോട് ഒരു തെളിവും കിട്ടിയില്ല എന്ന് പറയും. സാർ, ഒരു തെളിവും കിട്ടിയില്ല. നിങ്ങൾ ബോഡി മാറ്റിക്കോ. ഓക്കെ, പ്രൊസീഡ്. വീടിന് പുറത്തിറങ്ങി. ഹലോ, നിങ്ങളൊന്ന് കാണണം. ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കാം. ഇപ്പൊ നീ എവിടെ എത്തി? അഭിഷേകപ്പെട്ടി. ഓക്കെ, സിറ്റിയിലേക്ക് വരണ്ട, യൂട്ടേൺ എടുത്ത് നിർത്ത്, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഡൺ. ഹൈവേ കഴിഞ്ഞ് വന്നോണ്ടിരിക്കുക, ഇടിച്ചു തെറിപ്പിക്കും. നോക്കി നിങ്ങൾ മുന്നോട്ട് വയ്ക്കും, ഞങ്ങൾ പിന്നാലെ വന്നോളാം. ഓക്കെ സാർ. അല്ല മാഡം, എന്താ പ്രത്യേകിച്ച്? ഒരു സർപ്രൈസ് പറയാനാ. അച്ഛൻ കല്യാണത്തിന് തീയതി കുറിക്കാൻ പോവാ. അച്ഛൻ പിന്നെയും കല്യാണം കഴിക്കാൻ പോകും? നമ്മുടെ കല്യാണത്തിന്. ഇനി ഞാൻ ഡൽഹി തിരിച്ചു പോകുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെ കൂടാൻ പോവാ. ഹലോ, ഞങ്ങൾക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്. ഞങ്ങളെന്താ വെറുതെ ഇരിക്കുകയെന്ന്? ഡ്രൈവർ എന്തായാലും മരിച്ചില്ല. എല്ലാവരും കണ്ണറിഞ്ഞേക്കുന്നേ. നമസ്കാരം. വരൂ. എന്താ മോളങ്ങനെ പേടിച്ചേക്കുന്നത്? പോലീസിന്റെ ജോലി എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ ആയിരിക്കും. മോള് ചെന്ന് മുഖം കഴുകിട്ട് വാ. എല്ലാവരും കുറച്ചൊന്ന് മാറി നിൽക്ക്. അവന് കുറച്ച് പേട കിട്ടട്ടെ. എന്തിനാ സാർ ഇത്രയും ദൂരം വന്നേ? എന്നോട് ക്ഷമിക്കടാ. അന്ന് ഒരച്ഛന്റെ സ്ഥാനത്താണ് സംസാരിക്കുന്നത്, ഒരു രാഷ്ട്രീയക്കാരന്റെ സ്ഥാനത്തല്ല എന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ? എന്നാലും ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാനന്ന് സംസാരിച്ചത്. പക്ഷെ ഇപ്പോ ഒരച്ഛന്റെ സ്ഥാനത്താണ് സംസാരിക്കുന്നത്. 2 പ്രാവശ്യം എന്റെ മകളുടെ ജീവൻ പന്താടി എന്നെ ഒരു കൊല്ല ചെയ്തു. റാം, അവന് വെറുതെ വിടരുത്. ഞാൻ പോയിട്ട് വരാം. അച്ഛാ, എന്തിട്ടാ എത്ര ധൃതി? ഇവിടെ വീട്ടിൽ വന്നിട്ട് കാപ്പി കുടിക്കാതെ പോവാന്ന് വെച്ചാ അത് മോശാട്ടോ. എന്താ കുടിച്ചു? എടി ഡൽഹിക്കാരി, എന്താ പെട്ടെന്ന് തിരുനെൽവേലി അഗ്രഹാരത്തിലെ ഭാഷയൊക്കെ സംസാരിക്കുന്നേ? എന്താ ഇതൊക്കെ വലിയ കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്? നമ്മൾ അവള് ഇവളെന്ന് പറയും, ഇവരെന്ന് പറയും. നമ്മള് വാ പോ എന്ന് പറയും, ഇവര് പോവാ വരിക എന്നാ അങ്ങോട്ട് പറയാ. അതല്ലേ അതിന്റെ ഒരു ഷവിയെ. എന്തിട്ടടാ ബ്രാഹ്മണ ഭാഷ അത്രയ്ക്ക് എളുപ്പമെന്ന് കരുതിയിരിക്കാ നീ? എന്താ ബ്രാഹ്മണ ഭാഷ എന്ന് പറഞ്ഞ വലിയ സംഭവമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. ചോദിക്കുന്നേ എനിക്ക്, നോമിന്, നിനക്ക്, നിങ്ങൾക്ക്, ചോറിനോ, ഭോജനം, കിണറിനെ, പൂജ്യം മാത്രേ ഇന്നും അപ്പൊ വിശന്നാലോ തിന്ന. വെള്ളം എന്ന് വെച്ചാൽ അത് ജലം, ചേച്ചിക്കോ മലം, മണ്ണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ അണ്ണൻ, മോനോ, കണ്ണേ, അമ്മീന്ന് വെച്ചാലോ അമ്മായി, അമ്മാവനെ. അത് 2 അർത്ഥമുണ്ട്. പെണ്ണുങ്ങൾക്കോ ബൊമ്മലാട്ടം, കൂത്താടി കൂത്താട്ടം. ഇട ഷവി ആന്റിക്കോ അമ്മായി കുത്തിനെന്തുട്ടാ? സാമി. പൊട്ട അത് എന്റെ ആന്റി.